ശ്രീ ഷാഫി ചാലിയും അങ്ങയുടെ നേരത്തെ CPM നേതാവ് പറഞ്ഞത്, ഇത് പ്രതിനിധി പറഞ്ഞത്, ഇനി വരാൻ ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്, യഥാർത്ഥ വെടിക്കെട്ട് വരാനിരിക്കുന്നതേ ഉള്ളതാണ്. അതിന് അങ്ങേക്ക് മറുപടി പറയാം. ഒപ്പം അങ്ങ് നേരത്തെ ഉന്നയിക്കാൻ ശ്രമിച്ച ഈ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കൊരു ചർച്ചയുമാകാം. ഇനിയുള്ള ഒരു 12 മിനിറ്റ് നേരം നമുക്ക് ആ വിഷയം കൂടി ചർച്ചയ്ക്കെടുക്കാം. ഷാഫി ചാലിയും അങ്ങയുടെ സമയമാണ്, 3 മിനിറ്റ്, ഞാൻ ഇടപെടില്ല. അതെ, അതായത് 18 മാസം ഉമ്മൻചാണ്ടി സർക്കാർ ഈ കുടിശ്ശികയാക്കി എന്ന ആ കള്ളപ്രചരണം കേരളത്തിൽ ഒട്ടുനീളം വന്ന് CPM നടത്തി. അതിൻ്റെ യാഥാർത്ഥ്യം വളരെ കൃത്യമായി പുറത്തു വന്നല്ലോ. M സ്വരാജിന് തോമസ് ഐസക്ക് കൊടുത്ത മറുപടിയിൽ തന്നെ പറയുന്നുണ്ട്, വെറും 3 മാസമാണ് കുടിശ്ശിക. അത് തന്നെ കുടിശ്ശികയുള്ള കാരണം ബാങ്കിൻ്റെ, പോസ്റ്റ് ഓഫീസിൻ്റെ ടെക്നിക്കൽ എററാണ്. പക്ഷേ തോമസ് ഐസക്ക് ഇങ്ങനെ ഒരു ഉത്തരം കൊടുത്തെങ്കിലും, പിന്നെ സ്വരാജിനാണ് കൊടുത്തതെങ്കിലും, ഇവർ ഉടനെങ്കിലും എപ്പോഴും യൂട്യൂബിൽ കിടക്കുകയാണ്. എൻ്റെ സുഹൃത്ത് പിന്നെ അഡ്വക്കേറ്റ് അരുൺകുമാർ പിന്നെ പറയുണ്ടായി, ഇന്ത്യയിലെ കടമെടുത്ത സംസ്ഥാനങ്ങൾ പട്ടികയെടുത്ത് നോക്കാൻ. കടമെടുത്ത സംസ്ഥാനങ്ങളുടെ പട്ടികയിലെടുക്കേണ്ടത് അവിടുത്തെ ജനസംഖ്യ കൂടി നോക്കണം അരുൺകുമാർ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മേഘാലയ പിന്നെ തുടങ്ങിയ അത്തരം സ്റ്റേറ്റുകൾ, ഇവിടെ ഗോവ, കേരള, ഇതൊക്കെ കൊച്ചു സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റുകളൊന്ന് കമ്പയറിങ് ചെയ്ത് കൊടുത്താൽ ഏറ്റവും വലിയ കടമെടുത്തത് ഏതായിരിക്കും? കേരള ആയിരിക്കും. അല്ലാതെ വെറും 3.25 കോടി മനുഷ്യന്മാരുള്ള കേരളത്തിന് 16 കോടി ജനമുള്ള UP നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് മനസ്സിലാക്കണം. അപ്പോൾ കേരളത്തിൻ്റെ പൊതുകടം പിണറായി പിന്നെ ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പം 152 കോടിയാണ്, വെറും 152 അടി. അത് എത്ര ആക്കിയാൽ നിങ്ങൾ ചിന്തിച്ച കയ്യില റോക്കറ്റ് പോയ ഏരിയ പോയത് 9 ലക്ഷം കോടിയാണ്. എന്തിനാപ്പം ഈ PM ശ്രീ വാനി തനിച്ച വർഗീയത എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ദേശാഭിമാനിയും ഒക്കെ എഴുതിയത്, പ്രസംഗിച്ചായിരുന്നത്? എന്തിനാ പോയി ഒപ്പിട്ടത്? PM ശ്രീ നന്നായതുകൊണ്ടാണോ? ഇല്ല, പൈസ വേണം. പൈസ ഇല്ലാത്തതുകൊണ്ട് ഒപ്പിട്ട്. അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടി അതിൽ ഒപ്പിടുക. ഇവിടുന്ന് ഇപ്പം എന്ത് പ്രഖ്യാപിക്കാൻ പൈസ ഇവിടുന്ന് വന്ന് അത് നമുക്ക് കടമെടുക്കാം അല്ലേ? അതായത് ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു തസ്കരൻ കയറി അവൻ ഉണ്ടാക്കി വെച്ച ഒരു 10,000 രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയി. മനസ്സിലാക്കണം. പിറ്റേ ദിവസം ആ തസ്കരന് ഒരു അലിവ് തോന്നിയിട്ട് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ ഒരു 50 രൂപ കവറിലിട്ട് ആ വീട്ടുകാർക്ക് കൊണ്ടുകൊടുക്കുന്ന ഒരവസ്ഥ എങ്ങനെയായിരിക്കും? അതിന് തുല്യത്. ഒരു കുടുംബത്തെ ഇനി എങ്ങനെ പിഴിയാനുള്ളത്? ഇനി എന്താണ് പിടിച്ചു പറിക്കാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളത്? നിങ്ങളും കൊള്ളക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏറ്റവും സാധുക്കളെ നിങ്ങൾ പിടിച്ചോ? നിങ്ങൾ മദ്യത്തിന് വില കൂട്ടിക്കോ? വലിയവന്മാരെ പിടിച്ചോ? നിങ്ങൾ നോക്ക്, OP ടിക്കറ്റിന് കൂട്ടിയില്ല നിങ്ങൾ. ആരാ OP ടിക്കറ്റിന് ക്യൂ നിൽക്കണത്? ഇവിടുത്തെ മുതലാളിമാരാ? OP ടിക്കറ്റിന് കൂട്ടി. പാവം ഓട്ടോറിൽ 15 മാസം അല്ല 15 കൊല്ലം കഴിഞ്ഞ വാഹനങ്ങളുടെ പെർമിറ്റ് എത്ര ഇരട്ടി നിങ്ങൾ കൂട്ടി? 1-2 ആണെങ്കിൽ തിരക്കടില്ല. ആരാണ് 15 വർഷം കഴിഞ്ഞ വാഹനം വാങ്ങിയിട്ട് അത് പോയിട്ട് പെർമിറ്റ് പുതുക്കാൻ പറ്റുന്നത്? പാവപ്പെട്ട തൊഴിലാളികൾ അല്ലേ? എത്ര ഒരു ആൾട്ടോ കാറ് 10-12 റുപ്യ കൊടുത്താലേ എന്ത് കിട്ടും? ഒരു പഴയ 800 കാറ് കിട്ടും. ഒരു സ്വപ്നം ഓരോരുത്തരെ. അവനതിൻ്റെ അച്ഛനെയും അമ്മനെയും കൂട്ടി ഒരു കാറിൽ ഒരു സിനിമക്ക് പോവുക, ഒരു കല്യാണത്തിന് പോവുക, ആശുപത്രി പോവുക. അവരാണ് 10-12 റുപ്യക്ക് പോയി വാങ്ങണത്. അത് 15 കൊല്ലം കഴിഞ്ഞാൽ അത് പുതുക്കാനുള്ള ഫീസ് വെറും 800 രൂപ ഉണ്ടായിരുന്നത് 18,000 ആക്കിയത്. ഇവരാരെയാണ് പിടിച്ചു പറിക്കുന്നത്? മുഴുവൻ പാവങ്ങളെ പിടിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അത് തന്നില്ല, ഇത് തന്നില്ല. ഇനി എന്താ നിങ്ങൾ കൂട്ടാൻ ബാക്കി? 5 ഇരട്ടിയല്ലേ വൈദ്യുതി കൂട്ടിയത്? വൈദ്യുതി കൂട്ട് മാത്രമല്ല, വൈദ്യുതി ബില്ലിംഗ് സ്വഭാവം മാറ്റിയില്ല നിങ്ങൾ. 30-ാം തീയതി കഴിഞ്ഞാൽ വൈദ്യുതി ഓഫീസിൽ നിന്ന് ബ്ലേഡ് കമ്പനിക്കാരെ വിളിക്കുന്ന കാര്യമാണ് ഉദ്യോഗസ്ഥന്മാർ വിളിക്കുന്നത്. വരട്ടുകയാണ്. വരട്ടിയിട്ട് എന്താണ്? ഒരു മര്യാദയില്ലേ? ചെറുകിട വ്യവസായ സംരംഭകരെ പോലും വരിഞ്ഞു മുറുക്കുകയാണ്. ഒരു ഫുഡ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവന്മാർ ഫീസ് വരിക്കൊണ്ടുകയാണ്. കണ്ടില്ലേ? പണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിനാണ് ഫൈൻ എന്ന സാധനം. ഈ ഫൈനല്ലുള്ളത് ഫീസ് അണ്ടൂര. ഇതിനൊക്കെ ഒരു മാഫിയാക്കി കേരളം മാറ്റിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇവർ കൈവക്കാത്ത സ്ഥലങ്ങൾ ഏതാണുള്ളത്? വീടിൻ്റെ പെർമിറ്റ് എത്രയാണ്? ഈ ഞങ്ങളിപ്പോൾ വരും ഒരു കണക്ക് പറഞ്ഞു, 3000 വീട്ടിലേക്ക് വരാൻ പോകുന്നു, 4000 വരാൻ പോകുന്നു. എത്ര വീട്ടുകാരുടെ അടുത്ത് നിന്ന് അടിച്ചു കൊണ്ടുപോയത്? ഏതെല്ലാം മേഖലയിൽ? ഇനി എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഊറ്റാൻ ബാക്കിയുള്ളത്? വെള്ളക്കരം, ആ കരം, ഈ കരം, 5 ഇരട്ടി വൈദ്യുതി. ഇങ്ങോട്ട് പറയാം പവർ കട്ടില്ല. പവർ കട്ട് ഈ നാട്ടിൽ നിന്ന് പോയിട്ട് 15 കൊല്ലമായി. നിങ്ങൾ അറിയില്ല അരുൺകുമാർ വിവരം? പവർ കട്ടില്ലല്ലോ. 40 ലക്ഷം തൊഴിൽ കൊടുക്കുമെന്ന് അറിഞ്ഞി. ആർക്കാ തൊഴിൽ കൊടുത്തത്? ഭാഷ ഇംഗ്ലീഷ് പോലും അറിയാത്തവന് PhD ഇവിടെ കിട്ടുക. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ആർക്കാ തൊഴിൽ കിട്ടണത്? ആരാണ് പിൻവാതിലൂടെ കയറി കൂടുന്നത്? നമ്മുടെ നാട് കണ്ടതല്ലേ ഇതൊക്കെ? ഇതൊക്കെ ഈ കേരളീയർക്ക് അറിയില്ലെന്നാണ് നിങ്ങൾ വിശ്വാസം? മാത്രമല്ല 3.5 കോടി മനുഷ്യന്മാരെ മുഴുവനും നാണം കെടുത്തിക്കൊണ്ടുള്ള ഏർപ്പാടിലല്ലേ നിങ്ങൾ പോയത്? നിങ്ങളെ തത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ലേ? കുന്നിക്ക് പിടിച്ച് CPI പോലൊരു കക്ഷി നിങ്ങളെ തിരുത്തിക്കില്ലേ? അവരുടെ മുമ്പിൽ നിങ്ങൾ നാണം കെട്ടിയില്ലേ? നിങ്ങൾ
ഇങ്ങോട്ട് എല്ലാവിധ നമ്മുടെ നാട്ടിലെ നിയമവും സംവിധാനവും കീഴ്വഴക്കും ഒക്കെ കാറ്റിൽ പറത്തി. നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 166 പ്രകാരം ഓരോ സംസ്ഥാനങ്ങളും എന്താണ് അവർ റൂൾസ് ആൻഡ് ബിസിനസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ പിന്നെ കാര്യങ്ങൾ ഒരു മന്ത്രിക്ക് വേണേൽ ചെയ്യാം. എന്നാൽ പോളിസി മാറ്റർ ക്യാബിനറ്റാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ് ചെയ്യേണ്ടത്. അതിവിടെ കാറ്റിൽ പറത്താൻ നിയമം ലംഘിക്കുകയാണ്. ഇനി ഇതിൻ്റെ പേരിൽ എന്താ ഇനി കേന്ദ്രത്തിൽ നിന്ന് വരാൻ പോകുന്നത്? കേന്ദ്രം അവകാശം തരുന്നില്ല. അവകാശം പിടിച്ചു വെച്ചത് തിരിച്ചു വാങ്ങാനാണ് KV തോമസ് എന്നൊരു ആർത്തിപ്പണ്ടാരത്തിന് അവിടെ കൊണ്ടുവച്ചത്. എത്രയാണ് അദ്ദേഹത്തിന് വീട്ടുവാടക? അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കും ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ. ഇത്രയും കാര്യം അയാൾ വാങ്ങിയ പൈസ എത്രയാണ്? അയാൾ ഇടപെട്ട് കേന്ദ്രത്തിൽ നിന്ന് എന്താ വാങ്ങി തന്നത്? അയാൾ പൂർണ്ണമായി പരാജയം എന്നല്ല ഇതിൻ്റെ അർത്ഥം. എങ്കിൽ തിരിച്ച് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിരുത്തേണ്ട അദ്ദേഹത്തെ. എന്താ നിങ്ങൾ എവിടെയാണ് ഈ ഇവിടെ എൻ്റെ സുഹൃത്ത് അരുൺ പറയുണ്ടായി ഇവിടെ നടത്തിയ യാത്രേനെ കുറിച്ച്. ആ യാത്രക്ക് ഉപയോഗിച്ച ബസ്, ലിഫ്റ്റുള്ള ബസ് എവിടെയാണ്? കട്ടപ്പുറത്താ. നിങ്ങൾ എന്താ പറഞ്ഞത്? യാത്ര കഴിഞ്ഞാൽ അതിനെ എന്താണ് എക്സിബിഷനിൽ കൊണ്ടുവച്ച് എന്താണ് എന്താണ് വരുമാനം ഉണ്ടാക്കും. ബാലൻ പറഞ്ഞ വാക്കാ, നമ്മൾ കേട്ടില്ല. അതൊക്കെ നിങ്ങൾ അടിച്ച ദൂരത്തിന് കയ്യും കണക്കുണ്ടോ? എത്ര കോടി രൂപ എല്ലാ പ്രോജക്റ്റും പ്രഖ്യാപിക്കും, അതിന്റെ പ്രൈമാഫേസി തുക കോടികൾ അനുവദിക്കും, എന്നിട്ട് യൂട്ടേൺ അടിച്ചിട്ട് പോകും. ഈ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി തകർത്ത. ശരി, തീർച്ചയായിട്ടും. പക്ഷേ അപ്പോഴും ഷാഫി, ഒരു ചോദ്യം. നമ്മുടെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള 15 സംസ്ഥാനങ്ങളിലില്ല എന്നുള്ളത് ഷാഫിക്കൊരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമല്ലേ? അവിടെയാണ് സംസ്ഥാനങ്ങൾ തുലനം ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവരും കുമാർ ജനസംഖ്യയുമായിട്ട് അതിന് തുലനം ചെയ്യണം. പെർ ക്യാപിറ്റൽ ഇൻകം നോക്കണം. 3.5 കോടിയുള്ള ഒരു സ്റ്റേറ്റിൽ അതേമാതിരി 16 കോടിയുള്ള ഒരു സ്റ്റേറ്റിന്റെയും കടം തമ്മിൽ വ്യത്യാസമുണ്ട്, റേഷ്യോ വ്യത്യാസമുണ്ട്. ധനക്കമ്മി കുറയ്ക്കാൻ സാധിച്ചിട്ടില്ലേ? ഇല്ല, സാധിച്ചിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മേഘാലയ, മണിപ്പൂർ, അങ്ങനത്തെ ഗോവ, അങ്ങനത്തെ സ്റ്റേറ്റുകളുമായിട്ടാണ് കേരളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അങ്ങനെ വന്നാൽ അവിടെ കേരളമായിരിക്കും കടം ഏറ്റവും കൂടുതൽ. ഈ കണക്കുകൾ നമ്മളെടുത്തുണ്ടല്ലോ. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വിളിച്ച് LSTD ഡിപ്പാർട്ട്മെന്റിന്റെ പെൻഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാം. ഈ നാട്ടിലെ പെൻഷൻ ആവിഷ്കരിച്ചതും ഇന്ന് കാണുന്ന 1500 എത്തിച്ചത് ആരാണെന്നുള്ളത്. ശരി, 18 മാസത്തെ കുടിശ്ശിക എന്ന Debate with Dr. Arun Kumar.